പുതുവത്സരം ശബരിമല മുടിയിൽ വലിയ ജനത്തിരക്കുണ്ടാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശബരിമല സന്നിധാനത്ത് ഇന്ന് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നു. നടപ്പന്തൽ, മരക്കൂട്ടം എന്നിവിടങ്ങളിലും തിരക്ക് കൂടിക്കൂടി വരുന്നു എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ ശബരിമല സന്നിധാനത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ കർപ്പൂരം തെളിയിച്ച് ആഘോഷം നടന്നു. ശബരിമല സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. മലമുടിയിൽ എങ്ങനെ ആഘോഷം ഉണ്ടായിരുന്നോ? ഭക്തജനങ്ങൾക്കിടയിലും പുതുവത്സരം ഉണ്ടല്ലോ. തീർച്ചയായും വലിയ ആഘോഷം തന്നെയായിരുന്നു ഇന്നലെ ശബരിമലയിൽ നടന്നത്. പോലീസ് അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു കർപ്പൂരം തെളിയിച്ച് സ്വാമി ശരണം, അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ 2026 എന്ന കർപ്പൂരത്തിൽ എഴുതി അത് വലിയ തോതിൽ അഗ്നിക്കിരയാക്കിക്കൊണ്ടായിരുന്നു ഒരു ആഘോഷം നടന്നത്. എന്തായാലും വലിയ തിരക്ക് ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ നടപ്പന്തലും കടന്ന് സന്നിധാനത്തേക്ക് എത്തിയ അയ്യപ്പ ഭക്തരാണ്. ഇവരുടെ ക്യൂ വീണ്ടും വീണ്ടും നീളുകയാണ്. ഇന്നലെ മാത്രം ഏതാണ്ട് 85,644 അയ്യപ്പ ഭക്തർ ഈ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി എന്നാണ് കണക്ക്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന അയ്യപ്പ ഭക്തരാണ്. അവർ പലർക്കും ഇന്നലെ അഭിഷേകമൊന്നും പൂർത്തീകരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് SKN ഉള്ളത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് പോലീസിന്റെ സേവനവും വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പമ്പയിലടക്കം വൻ ഭക്തജന തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഒരു സേവനം ഈ മേഖലയിൽ അവർ കൂടി കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ADGP S ശ്രീജിത്ത് ഇവിടെ തന്നെ തുടരുകയാണ്. ഇന്ന് തമിഴ്നാട് DGP ദർശനത്തിനായി എത്തിയിരുന്നു അല്പസമയം മുൻപ്. അങ്ങനെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. 12-നാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. അത് 14-ന് ഇവിടെ എത്തിച്ചേരും. 14-നാണ് ചരിത്ര പ്രസിദ്ധമായ മകരവിളക്ക്, മകരജ്യോതി ഒക്കെ നടക്കുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത്. പുതുവത്സര ആശംസകൾ സന്നിധാനത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.